ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. തിരാമിസു എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ തിരാമിസു ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കാണിച്ചേക്കണം. ഇതിൽ നമ്മുടെ കൊക്കോ പൗഡർ ഇപ്പോൾ എടുക്കാൻ വെച്ചാൽ മറന്നു പോയിട്ടുണ്ട്. അതിപ്പോൾ ലാസ്റ്റത്തെ വീഡിയോയിൽ കാണിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം എടുത്തേക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. അതൊരു 475 ml ഉണ്ട്. പിന്നെ നമുക്ക് ഒരു വാനില എക്സ്ട്രാക്റ്റ് വേണം. പിന്നെ നമുക്ക് മസ്കർപോനെ എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്, ചീസാണ്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് വേണം. പിന്നെ നമ്മുടെ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ്. ഇതാണ് നമ്മുടെ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ്. പിന്നെ 3 മുട്ട അത് എടുത്തിട്ടുണ്ട്. വെള്ളം മാറ്റി വെച്ചതാണ്, അപ്പോൾ മഞ്ഞ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കോഫി വേണം. അപ്പോൾ നന്നായിട്ട് നല്ല അത്യാവശ്യം കടുപ്പത്തിൽ കോഫി. ഇതിൽ നമ്മൾ ഷുഗറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പഞ്ചസാര നന്നായിട്ട് ബ്ലെൻഡറിലോ മിക്സിയിലോ ഒക്കെ നമ്മൾ പൊടിച്ച് നല്ല ഫൈനായിട്ട് പൗഡറായിട്ട് എടുത്തേങ്ങനെയാണ്. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ വേണം, പക്ഷെ പിടുത്തൊക്കെ മറന്നുപോയതാണ്, സോറി. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ലെയറിൽ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചേക്കണം നമ്മുടെ മുട്ടയുടെ മഞ്ഞ 3 എണ്ണം. അത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫൈനായിട്ടുള്ള ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും, അവരൊക്കെ എപ്പോഴും ചെയ്യണമായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മുട്ടയുടെ മഞ്ഞയും പഞ്ചസാര പൗഡറും കൂടി നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ വിപ്പിംഗ് ക്രീം മുഴുവൻ തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 475 ml അടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വാനില എക്സ്ട്രാക്റ്റ് ഒരു ടീസ്പൂൺ മതിയാവും. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാസ്കർപോണെ ചീസ്, അത് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഏകദേശം ഇത് നമ്മുടെ കയ്യിലൊരു 400 ml ആണെന്ന് തോന്നുന്നു, അത്ര തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഇത് 3 കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഈ മിക്സും നമ്മുടെ നേരത്തെ മുട്ടയും പഞ്ചസാര പൗഡറും കൂടിയുള്ള മിക്സും രണ്ടും കൂടി നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളത് ഒറ്റ ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ഒത്തിരി ഫോൾഡ് ചെയ്ത് അതിൻ്റെ ആ ഫ്ലഫിനെസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഫോൾഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്ക് പതുക്കെ തിരാമിസു സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു
സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കണ്ടെയ്നർ എടുക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റ് നമ്മുടെ കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊരു ലെയർ പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ലെയറിൻ്റെ മുകളിൽ നമ്മുടെ ഈ മിക്സ്, നമ്മുടെ ക്രീമും നമ്മുടെ ചീസൊക്കെ ഉള്ള ആ ലെയർ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ ബിസ്ക്കറ്റും നമ്മുടെ കോഫിയും കൂടി ഡിപ്പ് ചെയ്ത ഒരു ലെയർ. അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ലെയറൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഓക്കെ, കോഫിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുക. ഒത്തിരി ഡിപ്പ് ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം നമ്മൾ ചായയിൽ നമ്മൾ ബിസ്ക്കറ്റൊക്കെ മുക്കണ പോലെ തന്നെ മുക്കിക്കുക. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മറച്ചും തിരിച്ചൊന്നും എടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം നമ്മുടെ അടുത്ത ലെയർ ബിസ്ക്കറ്റ് നമുക്ക് കോഫിയിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അടുത്ത ലെയറും കൂടി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ് എടുക്കാം. ഏകരിക്കണ പോലത്തെ ഒരു അരിപ്പ. അപ്പോൾ ആ അരിപ്പയിൽ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെയർ മേളിലുള്ള കൊക്കോ പൗഡർ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തിരാമിസു റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഫ്രീസ് ചെയ്യണം. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ മതിയാവും ഫ്രീസറിൽ. അപ്പോഴേക്കും നമ്മുടെ ഇത് തിരാമിസു സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു ഇറ്റാലിയൻ ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റിൽ ഇടുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.